രാജ്യം ഭരിക്കുന്ന BJPക്ക് പിള്ളേരെ പേടി തുടങ്ങിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ആരംഭിച്ച വോട്ട് ചോരി പ്രസ്ഥാനം അല്ലെങ്കിൽ ആ കാമ്പയിൻ, അതാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷാജിയുടെയും ഉറക്കം കെടുത്തുന്നത്. ഇത് കോൺഗ്രസിന്റെ ഒരു പ്രസ്ഥാനമായിട്ട് തുടങ്ങിയതാ. പിന്നീട് ബീഹാറിൽ RJD അത് ഏറ്റെടുത്തു. തേജസ്വി യാദവുമൊത്ത് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ഒരു വൻ യാത്ര നടത്തി, വോട്ട് അധികാർ യാത്ര. ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ നമ്മുടെ മമതാ ബാനർജി ഈ പ്രസ്ഥാനം ഏറ്റെടുത്തിരിക്കുക, വോട്ട് മോഷണത്തിനെതിരായിട്ടുള്ള പ്രസ്ഥാനം. അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ അവിടുത്തെ കണക്കുകൾ കാണിച്ചുകൊണ്ട് അവിടുത്തെ മണ്ഡലങ്ങളിലെ വോട്ടുകൾ മോഷ്ടിച്ചതിന്റെ തെളിവുകൾ നിർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ അണിനിരന്നിരിക്കുക. അതാണ് ഇപ്പോഴ് BJP വല്ലാതെ ഭയപ്പെടുത്തുന്നത്. കിഴക്കോട്ട് നോക്കുമ്പം ബംഗ്ലാദേശിന്റെ അനുഭവങ്ങൾ, വടക്കോട്ട് നോക്കുമ്പോൾ നേപ്പാള്, ഇതൊക്കെ കാണുമ്പോഴേ നമ്മുടെ പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും അഡ്വൈറ്റിൽ നിന്ന് ഒരു തീ അങ്ങനെ ആളിപ്പടരുകയാണ്. രാഹുൽ ഗാന്ധിയുടെ രണ്ടാമത്തെ പത്രസമ്മേളനം, ഈ വോട്ട് ചോരി സീരീസിലെ രണ്ടാമത്തേത്, അത് പുറമെയുള്ള ഏതെങ്കിലും കോൾ സെന്ററുകൾ കേന്ദ്രീകരിച്ച് വ്യാജ ലോഗിൻ സൃഷ്ടിച്ച് വ്യാജ ID-കളിലൂടെ ചിലര് പുറത്തു നിന്നുള്ള ആളുകൾ വോട്ടർ പട്ടികയിൽ വൻതോതിൽ വോട്ട് ചേർക്കുന്നതും അല്ലെങ്കിൽ വോട്ട് ഇല്ലാതാക്കുന്നതും സംബന്ധിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം. തെളിവുകൾ നിരത്തിക്കൊണ്ട, അതുപോലെ തന്നെ വോട്ട് നഷ്ടപ്പെട്ട ആളുകളെ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ ഹാജരാക്കുകയും ചെയ്തു. ഈ പത്രസമ്മേളനം തുടങ്ങിയത് തന്നെ ഇന്ത്യയിലെ ചെറുപ്പക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു. അതായത് നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ എങ്ങനെയാണ് അട്ടിമറിക്കപ്പെടുന്നത്, എങ്ങനെയാണ് നടത്തുന്നത് എന്നൊക്കെ ഇന്ത്യയിലെ ചെറുപ്പക്കാർ, യുവജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് താൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് അദ്ദേഹം തന്റെ പത്രസമ്മേളനത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. പിന്നീട് ഈ പത്രസമ്മേളനത്തിന് ശേഷം രാഹുൽ ഗാന്ധി Xല്, പഴയ ട്വിറ്ററാ, അതിനകത്ത് ഒരു പോസ്റ്റ് ഇട്ടു. അതായത് ഇന്ത്യയിലെ ചെറുപ്പക്കാര്, വിദ്യാർത്ഥികള്, ജൻസികള്, അവര് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയും രാജ്യത്തിന്റെ ജനാധിപത്യവും രക്ഷിക്കാനും അതുപോലെ തന്നെ ഈ വോട്ട് ചോരി പോലെയുള്ള തെറ്റായ കാര്യങ്ങൾ, അധാർമികമായ നടപടികൾ, ജനാധിപത്യത്തിന്റെ അടിത്തറയത്തിനെ തകർക്കുന്ന ഇത്തരത്തിലുള്ള തെറ്റുകള്, അതിനെയൊക്കെ എതിർത്ത് തോൽപ്പിക്കാനും മുന്നോട്ട് വരണം. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഈ Xലെ പോസ്റ്റിന്റെ ഉള്ളടക്കം. അത് കണ്ടപ്പോഴത്തേക്ക് BJPക്കാരങ്ങ് ഹാലിളകി. അവരങ്ങ് സത്യം പറഞ്ഞാൽ വരണ്ടുപോയി കേട്ടോ. അവരുടനെ തന്നെ പറഞ്ഞ എന്താ, ബംഗ്ലാദേശിലെയും നേപ്പാളിലെയും പോലെ ചെറുപ്പക്കാരെ ഭരണഘടന പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെതിരെ ഇളക്കിവിടാൻ ശ്രമിക്കുകയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അല്ലെങ്കിൽ വല്ലാത്ത ആവശ്യമില്ലാത്ത പ്രകോപനം ഉണ്ടാക്കുകയാണ്, രാജ്യത്തിനെതിരായിട്ടുള്ള നടപടികളാണ് ഇതൊക്കെ. രാഹുൽ ഗാന്ധി അർബൻ നക്സലുമായിട്ട് ചേർന്നാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് BJP നേതാക്കളുടെ ഒരു പ്രവാഹമായിരുന്നു. ആദ്യത്തെ സീരീസിന് ശേഷം ആരും മിണ്ടിയില്ല, പേടിച്ചടങ്ങിയിരുന്നതാണ്. രണ്ടാമത്തേതോടെ വന്നപ്പോഴത്തേക്ക് വല്ലാത്ത കനത്ത ആഘാതമായിരുന്നു ഈ രണ്ടാമത്തെ ഈ പത്രസമ്മേളനത്തില് അദ്ദേഹം ഈ ഭരണകക്ഷിയുടെ മേല് ഉണ്ടാക്കിയത്. അപ്പൊ ഇതുകൂടെ കണ്ടപ്പോഴത്തേക്ക് അമിത്ഷാവിനെ രംഗത്തിറങ്ങിയതാ. അദ്ദേഹം ആദ്യം പറഞ്ഞത് ഈ ബംഗ്ലാദേശിൽ നിന്നൊക്കെയുള്ള നുഴഞ്ഞു കയറ്റക്കാർക്ക് വേണ്ടിയുള്ളതാണ് ഈ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്ഥാനം എന്നാണ്, വോട്ട് ചോരിയ പ്രസ്ഥാനം, അവർക്ക് വോട്ട് കിട്ടാനാണെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഈ രണ്ടാമത്തെ പത്രസമ്മേളനം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി, മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി ഫഡ്നാവിസ്, പിന്നെ ഒരു നിഷികാന്ത് ദുബെ, ഇവരെല്ലാവരും കൂടെ രാഹുൽ ഗാന്ധിയുടെ ചോരക്കായിട്ട് ഇപ്പോഴ് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുക. ഈ നിഷികാന്ത് ദുബെ എന്ന് പറയുന്ന ഒരുത്തനുണ്ട്, ഈ കേന്ദ്രത്തിന് MP-യാ. അയാളുടെ പ്രധാന ജോലി എന്ന് പറഞ്ഞാല് രാഹുൽ ഗാന്ധിയെ രണ്ട് പള്ളു പറയാന്നുള്ളതാണ്. അപ്പൊ രണ്ട് ചീത്ത രാഹുലിനെ പറഞ്ഞു കഴിയുമ്പോൾ മോദിയും അമിത്ഷായൊക്കെ വിളിച്ച് അഭിനന്ദിക്കും. എന്തേലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും, എന്തേലും പദവികളോ സ്ഥാനങ്ങളോ ഒക്കെ അദ്ദേഹത്തിന് ഭാവിയിൽ ഇത് മൂലം ലഭിച്ചേക്കാം. അതായത് BJPയിൽ ഉയർന്നു വരണമെങ്കിൽ അതിന് ഒരു പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് ഈ നെഹ്റു കുടുംബത്തെ ചീത്ത പറയണം, നെഹ്റുവിനെ പറയണം, ഇന്ദിരാഗാന്ധിയെ പറയണം, രാജീവ് ഗാന്ധിയെ, സോണിയാഗാന്ധിയെ, രാഹുൽ ഗാന്ധിയെ, പ്രിയങ്ക ഗാന്ധിയെ ഒക്കെ കുറെ ചീത്ത പറഞ്ഞാലാണ് അറ്റൻഷൻ കിട്ടുക. അവർക്കാണ് ഈ പാർട്ടിയിലും ഭരണത്തിലും ഒക്കെ പ്രൊമോഷൻ കിട്ടുക. അങ്ങനെ നിരന്തരം വന്നോണം രാഹുൽ ഗാന്ധി ചീത്ത പറയാത്ത ഒരാളാണ് ഈ നിഷികാന്ത് ദുബെ. ചേട്ടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നു എന്നുള്ളത് ഇപ്പം ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലാക്കിയിരിക്കുക. അതിന് നിരവധി സംസാരിക്കുന്ന തെളിവുകളാണ് രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പൊ നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കണം, വോട്ട് ചോരിക്ക് എതിരായിട്ട് നിൽക്കണം, ഈ വോട്ട് മോഷ്ടിക്കുന്ന ഏർപ്പാട് അവസാനിപ്പിക്കണം,
അതിന് ചെറുപ്പക്കാർ മുന്നോട്ട് വരണമെന്നൊക്കെ പറയുന്നത്, അതിനെന്താ ഇത്ര തെറ്റ്? എന്താ കുറ്റം? ചെറുപ്പക്കാരാണല്ലോ അതൊക്കെ ചെയ്യേണ്ടത്. ചെറുപ്പക്കാരോട് അങ്ങനെ മറ്റൊരു ചെറുപ്പക്കാരൻ, രാജ്യം പ്രതീക്ഷയോടെ കാണുന്ന ഒരാളാ ആ ചെറുപ്പക്കാരൻ രാഹുൽ ഗാന്ധി, അത് ആവശ്യപ്പെടുന്നതിൽ എന്താ തെറ്റെന്നേ? അത് ഇന്ത്യയിലെ ആളുകളോടല്ല, പിന്നെ ആരോടാണ് ഇത് പറയേണ്ടത്? മറ്റേതെങ്കിലും രാജ്യത്ത് പോയിട്ട് വോട്ട് ജോലി അവസാനിപ്പിക്കാൻ നിങ്ങൾ സഹായം വേണമെന്ന് പറയാൻ പറ്റുമോ? ഇന്ത്യയിലെ ജനങ്ങൾ, അതും പ്രത്യേകിച്ച് ചെറുപ്പക്കാര്, ഈ രാജ്യം ഇനി അവരുടേതാണ്. ഈ രാജ്യത്തിന്റെ ഭാവി എന്ന് പറഞ്ഞാല് അവരുടെ ഭാവിയാ. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് ഉത്തരവാദിത്വം കൂടും. അപ്പൊ ബംഗ്ലാദേശിൽ അങ്ങനെ ഒരു പ്രക്ഷോഭം ഉണ്ടായി, നേപ്പാളിലെ ഏജൻസി പ്രക്ഷോഭം ഉണ്ടായി, അവിടെ സർക്കാരുകൾ അട്ടിമറിക്കപ്പെട്ടു. അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇവിടുത്തെ ചെറുപ്പക്കാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? BJP ആകെ വരണ്ടിരിക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബംഗ്ലാദേശിലെയും നേപ്പാളിലെയും അഴിമതികൾ കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ ദരിദ്രരും ധനവാന്മാരും തമ്മിലുള്ള അന്തരം വലിയ തോതിൽ വർദ്ധിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ, ഭരണകൂടത്തിലെ പ്രമുഖരുടെ കുടുംബാംഗങ്ങള്, മക്കള് അവർ വൻതോതിൽ സ്വത്തുണ്ടാക്കുന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ, അപ്പോഴൊക്കെയാണ് അവിടെ കലാപം ഉണ്ടായത്. ഇവിടെയും ഈ അഴിമതി വളരെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ്. അതുപോലെ തന്നെ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പുകളെ തന്നെ അട്ടിമറിക്കുന്ന വോട്ട് ചോരി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെതിരായിട്ട് ജനങ്ങളുടെ പ്രതികരണം ഉണ്ടാവും എന്ന് സർക്കാരിനറിയാം, BJP നേതൃത്വത്തിന് അറിയാം. അതുകൊണ്ടാണ് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളോട് സംസാരിക്കുന്നതിന്റെ പേരില് BJP നേതാക്കള് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് തിരിയുന്നത്. അത് വളരെ സ്വാഭാവികമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബംഗാളിലും ഡൽഹിയിലും ഉണ്ടായ ചില സംഭവ വികാസങ്ങൾ നമ്മൾ ഇതുമായിട്ട് കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഇന്ത്യ സഖ്യത്തിൽ പെട്ട് നിൽക്കുകയാണെങ്കിലും മമതാ ബാനർജി, അവിടുത്തെ മുഖ്യമന്ത്രി, തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ അങ്ങോട്ട് പൂർണ്ണ മനസ്സോടെ അംഗീകരിച്ചിരുന്നില്ല എന്നുള്ളത് സത്യമാണ്. എന്തോ അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കാൻ ഒരു മടി. നമ്മളെക്കാൾ ജൂനിയർ ആയിട്ടുള്ള ഒരാള് ദേശീയ തലത്തിൽ നമ്മളെക്കാൾ ഉയരത്തിൽ നിൽക്കുന്നത് കാണുമ്പോൾ ഉണ്ടാവുന്ന എന്തെങ്കിലും മാനസികാവസ്ഥയാവാം. അങ്ങനെ ഒരു അകലം പാലിച്ചു നിന്നിരുന്ന മമതാ ബാനർജി ദീദി കഴിഞ്ഞ ദിവസം ബംഗാൾ നിയമസഭയിൽ ശബ്ദമുയർത്തിക്കൊണ്ട് ഈ വോട്ട് ചോരിക്കെതിരായിട്ട് മുദ്രാവാക്യം വിളിച്ചു എന്നുള്ളതാണ് രസകരമായ കാര്യം. പ്രസംഗിക്കുക മാത്രമല്ല, വോട്ട് ചോരി, BJP ചോരി, മോദി ചോരി, ചോരി ചോരി ചോരി. BJPയുമായിട്ട് നിയമസഭയിലുണ്ടായ തർക്കം രൂക്ഷമായപ്പോഴാണ് അവര് ഈ രീതിയിലെ മുദ്രാവാക്യം വിളിച്ചത്. ബംഗാൾ നിയമസഭയിൽ ഉണ്ടായിരുന്നവരെ മാത്രമല്ല, ബംഗാളിനെ, രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഒരു പ്രവൃത്തിയാണ് ദീദിയിൽ നിന്നുണ്ടായത്. മോദിക്കെതിരായിട്ട്, മോദിയെ ചോരി എന്ന് വിളിച്ചുകൊണ്ട് BJP അവര് വോട്ട് മോഷ്ടാക്കളാണെന്ന് പറഞ്ഞുകൊണ്ട്, രാജ്യത്ത് നടക്കുന്നത് വോട്ട് ചോരിയാണെന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു രീതിയിലേക്ക് ദീദി, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ്, മമതാ ബാനർജി മാറി. അത് രാഹുൽ ഗാന്ധി തുടക്കമിട്ട വോട്ട് ചോരി വിരുദ്ധ പ്രസ്ഥാനത്തിന് ഒരു വലിയ നേട്ടമായിരുന്നു, അല്ലെങ്കിൽ ഒരു വലിയ പിന്തുണ അർപ്പിക്കലാണ് ആ നിയമസഭയിൽ അന്ന് നടന്നത്. ഇപ്പൊ അത് ആം ആദ്മി പാർട്ടി, ഇപ്പം ഇന്ത്യ സഖ്യമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അടുത്ത തെരഞ്ഞെടുപ്പിലൊക്കെ ഒറ്റയ്ക്ക് മത്സരിച്ച് മോദിയെ തോൽപ്പിച്ച് കെജ്രിവാള് പ്രധാനമന്ത്രിയാവുന്നൊക്കെ വിശ്വസിച്ചിരിക്കുന്ന ഒരു പാർട്ടിയാവര്. അവരിപ്പോ ഡൽഹിയിലെ വോട്ട് ചോരിയെ കുറിച്ച്, വോട്ട് മോഷണത്തെ കുറിച്ച് തെളിവുകളും കണക്കുകളുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ന്യൂഡൽഹി നിയോജക മണ്ഡലത്തിൽ നിന്നും മാത്രം ഒറ്റയടിക്ക് 42,000 വോട്ടുകൾ വെട്ടിമാറ്റി, റദ്ദാക്കി. പറയുന്നത് ആം ആദ്മി പാർട്ടിയുടെ നേതാവാ. ഇത് കെജ്രിവാളും അന്ന് മുഖ്യമന്ത്രിയായ അതിർഷിയും ചൂണ്ടിക്കാണിച്ചിട്ടും ഇലക്ഷൻ കമ്മീഷൻ നടപടിയും എടുത്തില്ല. ഇക്കാര്യത്തിൽ അന്നത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും ആം ആദ്മി പാർട്ടിക്ക് സംശയമുണ്ടെന്നും ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ സൗരഭ് ഭരദ്വാജ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 6,100 വോട്ട് കൂടി ഇതുപോലെ നീക്കം ചെയ്തു. ഇതിൽ 4,000 പേരെ വെട്ടിമാറ്റിയത് 84 പേരുടെ അപേക്ഷയിലാണ്. അത് അസാധ്യമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാ. അതുപോലെ തരുൺകുമാർ ചൗത്താല എന്ന് പറയുന്ന ഒരു വ്യക്തി 108 വോട്ടുകൾ റദ്ദാക്കുന്നതിന്, വെട്ടിമാറ്റുന്നതിന് അപേക്ഷ നൽകി. ഇതൊക്കെ തെളിവുകൾ സഹിതം ചൂണ്ടിക്കാണിച്ചിട്ട് യാതൊരു നടപടിയും ഉണ്ടാവുന്നില്ല എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ സൗരഭ് ഭരദ്വാജ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ശരത് പവാർ, NCPയുടെ നേതാവ്, ചില കാര്യങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായ വ്യത്യാസം പരസ്യമായിട്ട് പറയുന്ന ആളാ. അദ്ദേഹം ഈ വോട്ട് ചോരി കാമ്പയിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. എത്ര കാലം ഇത് ക്ഷമിച്ചുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ നിശബ്ദരായിരിക്കും എന്നാണ് പരിണിതപ്രജ്ഞനായ പവാർ ചോദിക്കുന്നത്.
അത് മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ബംഗ്ലാദേശിലും നേപ്പാളിലും ഒക്കെ സംഭവിച്ചത് നമ്മൾ മറന്നു പോകരുത്, നമ്മൾ ശ്രദ്ധിക്കാതിരിക്കരുതേ എന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ അദ്ദേഹത്തിന്റെ വകുപ്പിന് വളരെ കർശനമായിട്ടുള്ളൊരു നിർദ്ദേശം നൽകിയിരിക്കുക. 1974 ശേഷം ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കാൻ പറഞ്ഞിരിക്കുക. അതായത് എന്തിന്റെ പേരിലാണ് ഈ പ്രക്ഷോഭങ്ങൾ ഉണ്ടായത്, അതിന്റെ രൂപം എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് ഇത് തുടങ്ങിയത്, എങ്ങനെയാണ് മുന്നോട്ട് പോയത്, സാമ്പത്തിക സ്രോതസ് എവിടെ നിന്നാണ്, അതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട ശക്തികൾ ആരൊക്കെയായിരുന്നു എന്നൊക്കെ പഠിക്കാനും അത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഭാവിയിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നേരിടാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും ആഭ്യന്തര വകുപ്പിനോട് ആവശ്യപ്പെട്ടിരിക്കുക. ആഭ്യന്തര വകുപ്പിലെ വിവിധ ഏജൻസികളോട് IB, റോ മുതലായ ഏജൻസികളെ കൂടാതെ സംസ്ഥാന പോലീസുകളുടെ സഹായവും തേടാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതുപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് ഇത്തരത്തിലുള്ള സമരങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് പഠിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. 1974 മുതൽ എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. അക്കാലത്താണ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടത്. അതിന് ഈ സമരങ്ങളുടെ പ്രക്ഷോഭങ്ങൾ കാരണമായിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് അലഹബാദ് കോടതിയുടെ വിധി വരുന്നു, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു, പിന്നീട് വരുന്ന തെരഞ്ഞെടുപ്പ് ഇന്ദിരാഗാന്ധി തോൽക്കുന്നു. ഈ വക സംഭവ വികാസങ്ങളിലേക്ക് രാജ്യത്തെ നയിച്ച പ്രക്ഷോഭങ്ങൾ, ജനകീയ സമരങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുക. അന്വേഷിച്ചിട്ട് ബദൽ നടപടികൾ എന്ത് വേണമെന്ന് ആവിഷ്കരിക്കാനും പറഞ്ഞിരിക്കുക. ഇതിന്റെ അർത്ഥം എന്താ? ബംഗ്ലാദേശും നേപ്പാളും കാണുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ വല്ലാതെ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. രാജ്യത്താണെങ്കിൽ വോട്ട് ജോലി പോലെയുള്ള കാമ്പയിനുകൾ വളർന്നു വരികയും ചെയ്യുന്നു. വോട്ട് ജോലിയെ പറ്റി സംസാരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ വേണമെങ്കിൽ നാളെ അദ്ദേഹത്തെ രാജ്യവിരുദ്ധനായിട്ട് പ്രഖ്യാപിച്ചേക്കാം, അല്ലെങ്കിൽ രാജ്യ താല്പര്യങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്ന ഒരാളായിട്ട് ചിത്രീകരിച്ചേക്കാം. ഇപ്പോൾ പറയുന്ന അർബൻ നക്സലുകളുടെ ഭാഗമാണ്, ഇവിടെ പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്, സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ആഹ്വാനമാണ് ഈ സോഷ്യൽ മീഡിയ സന്ദേശങ്ങളോട് നൽകുന്നത് എന്നൊക്കെയാണ്. ചുരുക്കി പറഞ്ഞാല് ഭരണകൂടമാകെ വിറകൊണ്ടിരിക്കുകയാണ്. അവരുടെ പേടി ചെറുപ്പക്കാരെയാണ്. അവര് ഭീതിയോടെ കാണുന്നത് അവര് ഒരു ദിവസം ഉണർന്ന് എഴുന്നേൽക്കുമോ എന്നുള്ളതാണ്. അതാണ് ജൻസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചെറുപ്പക്കാരെയും വിദ്യാർത്ഥികളെ ലക്ഷ്യമാക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധി ഇടുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളെ പോലും ഭരണകൂടം ഭയപ്പെടുന്നത്. ഈ വോട്ട് ചേരി കാമ്പയിൻ ഒരു വലിയ ദേശീയ തലത്തിലുള്ള കാമ്പയിനാക്കി വളർത്തിക്കൊണ്ടുവരുന്നതിനാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികയിലെ അട്ടിമറികള്, അല്ലെങ്കിൽ പോരായ്മകള്, വോട്ടുകൾ അകാരണമായി മാറ്റിയത്, അല്ലെങ്കിൽ പുതിയ വോട്ടുകൾ, ഇല്ലാത്ത വോട്ടുകൾ ചേർത്തത്, അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നതിന് ഒരു സ്ഥിരം സംവിധാനം തന്നെ രാഹുൽ ഗാന്ധി സെറ്റപ്പ് ചെയ്തിരിക്കുക. അതുപോലെ രാജ്യവ്യാപകമായിട്ട് ഇതിനെതിരായിട്ടൊരു ഒപ്പ് ശേഖരണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. 5 കോടി ഒപ്പുകൾ ശേഖരിക്കാനാണ്. അങ്ങനെ ഈ വിഷയം, അതായത് നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെടുന്നു എന്ന വസ്തുത, വോട്ടുകൾ മോഷ്ടിക്കപ്പെടുന്നു എന്ന സത്യം, അതിനെ ദേശീയ തലത്തില് വലിയ ചർച്ചാ വിഷയമായിട്ട് വളർത്തിക്കൊണ്ടുവരാനാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത്. BJP ഭരണകൂടം അതിനെ എങ്ങനെ നേരിടും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.